ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പലരും എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു. അവരോട് ഞാൻ അതിൻ്റെ മറുപടി കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ച പല ചോദ്യവും പലർക്കും പലരുടെ ഹൃദയത്തിലും അത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ആ സംശയം ഉണ്ടാകും അല്ലേ? പാപത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയുന്നതല്ല എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പാപത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്, ഞാൻ പാപം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അല്ലേ പിന്നെ സംശയമുള്ളത്? തീർച്ചയായിട്ടും. അപ്പം ഞാൻ മനുഷ്യൻ്റെ സൃഷ്ടി പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞത് നമുക്ക് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ദേഹം, ദേഹി, ആത്മാവ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മമനുഷ്യൻ, ദൈവത്തിൻ്റെ പ്രാണൻ, ദൈവത്തിൻ്റെ ശ്വാസം ഊതിയ നമ്മുടെ പ്രാണൻ, നമ്മുടെ സോളിഡ് ഈ ഭൂമിയിൽ നിന്നെടുത്ത മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ദേഹം. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും ദൈവത്തെക്കുറിച്ച് നമുക്ക് ബോധം തരുന്നതാണ്. ദ സ്പിരിറ്റ് ഗീവ്സ് ഗാഡ് കോൺഷ്യസ്. ദ സോളിഡ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും സെൽഫ് കോൺഷ്യസ്, നമ്മളെ തന്നെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്. ഓക്കെ, എപ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ ബോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെൽഫ് കോൺഷ്യസ്. ഈ നമ്മുടെ ദേഹം, നമ്മുടെ പുറമേയുള്ള ശരീരം മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് എപ്പോഴും മണ്ണിനോടായിരിക്കും ഇതിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിനെ ഈ 3 പിക്ചറും ഈ 3 ഭാഗങ്ങളും ഒന്ന് നമുക്കൊരു വിഷ്വലൈസ് ചെയ്ത് നമുക്കൊന്ന് കാണാൻ പറ്റിയാൽ, ആത്മാവ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നമ്മുടെ പ്രാണൻ അതിൻ്റെ നടുക്ക് നിൽക്കുന്നു, ദേഹം ഇങ്ങേറ്റത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്നതാണ് ഈ പ്രാണനാണ് എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഓക്കെ, ഈ പ്രാണൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും ശബ്ദം കേട്ട് നടക്കുമ്പോഴാണ് ഈ പ്രാണനും ആത്മാവും ഒന്നാവും. അവിടെയൊക്കെയാണ് വിശ്വാസമുള്ള നല്ല ഹൃദയത്തിൽ നിന്ന് എന്നുള്ള വാക്യങ്ങളെല്ലാം വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രാണൻ പക്ഷേ ഈ ബോഡിയുടെ, നമ്മുടെ ശരീരത്തിൻ്റെ വാക്ക് കേട്ട് പോവുകയാണെങ്കിൽ ഈ പ്രാണനും ശരീരവും ഒന്നാവും, ഈ ആത്മാവിനും അവിടെ ഒരു പ്രസക്തി ഇല്ലാതാവും. അപ്പോൾ ആ ഒരു റഫായിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനന്ന് പറഞ്ഞത്, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് സ്ട്രഗിൾ ചെയ്തൊരു വിഷയമാണ് പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയുന്നതല്ല. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. ആ ആത്മമനുഷ്യന് പാപം ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മുടെ പ്രാണനിലൂടെയും നമ്മുടെ സോളിഡ് നമ്മുടെ ശരീരത്തിലൂടെയാണ് നമ്മൾ പാപം ചെയ്യുന്നത്. ഏത് പാപം നമ്മൾ എടുത്തു നോക്കിക്കോ. അപ്പോൾ ആ കാര്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഒരു റിലീഫ് കിട്ടും, ഒരു ഫ്രീഡം കിട്ടും. ക്രിസ്തുവിലൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ. അത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 4:12. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചേട്ടെ. വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തിരുവചനത്തിൽ, ഈ വാക്യത്തിലൂടെ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഈ ഒരു കാര്യം വേറൊരു ഭൂമിയിലുള്ള ഒരാൾക്കോ ഇല്ലെങ്കിൽ വേറൊരു ഉപകരണം കൊണ്ടോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അല്ലേ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും. അവിടെ അപ്പോൾ നമ്മുടെ ആത്മാവുണ്ട്, നമ്മുടെ പ്രാണനുണ്ട്. സന്ധിമജ്ജകൾ എന്ന് പറയുമ്പോൾ ബോഡിയുടെ ഒരു ഭാഗമായിട്ട് ഈ 3 ഭാഗങ്ങളെയും ഡിവൈഡ് ചെയ്യുക മാത്രമല്ല തിരുവചനം ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാവുന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ആ മനുഷ്യന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരാൾ ചിന്തിക്കുന്ന കാര്യം ഇന്നതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല.
സൈക്കാട്രിസ്റ്റുകളും ഇല്ലെങ്കിൽ എന്താ പറയുന്ന വേറൊരു ഇതുണ്ടല്ലോ, ഉം. ഹിപ്നോട്ടിസമൊക്കെ ചെയ്യുന്നവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. പക്ഷേ തിരുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എല്ലാ ചിന്തകളും ഉം. ഹൃദയത്തിൻ്റെ ഭാവങ്ങളും അല്ലേ, അതെ. ഭാവങ്ങളും വിവേചിക്കുന്നതാകുന്നു. ഇവിടെയാണ് ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ദൈവദാസന്മാർ ചിലർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ ആരും പാപം ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഇതാ. നമ്മൾ ചിന്തിക്കും, നമുക്ക് പാപത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മങ്ങനെ പറയുന്നത്. നമ്മളുടെ ചിന്തയിൽ നമ്മളെ പാപം എന്ന് പറഞ്ഞാൽ കൊല്ലുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത്, പിടിച്ചു പറിക്കുന്നത്, ഇതൊക്കെയാണ് പാപമായിട്ടുള്ള. അതെല്ലാം പാപമാണോ? പാപമാണ്. എന്നാൽ നമ്മൾ അറിയാത്ത അനേക കാര്യങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെല്ലാം സ്റ്റാൻഡേർഡ് കർത്താവ് കൂട്ടി. കർത്താവ് പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ അല്ലേ, പണ്ട് മോഷ്ടിച്ച് കഴിയുമ്പോഴാണ് ഒരാൾ മോഷ്ടാവായി തീരുന്നത്. പുതിയ നിയമത്തിൽ നമ്മളത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ മോഷ്ടിച്ചു പോയി അല്ലേ. പണ്ടൊരു വ്യഭിചാരം ചെയ്ത് കഴിയുമ്പോഴാണ് വ്യഭിചാരം ചെയ്തെന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴേക്ക് ഹൃദയത്തിൽ അത് ചിന്തിക്കുമ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും കർത്താവ് ആ സ്റ്റാൻഡേർഡ്, പുറമേ നിന്നുള്ള സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ആക്കി, ഹയർ സ്റ്റാൻഡേർഡ് ആക്കി. എന്നിട്ടാണ് അവിടെയാണ് പത്രോസ് ചോദിക്കുന്നത്, എങ്ങനെയെങ്കിലും ആൾക്ക് രക്ഷപ്പെടുവാൻ കഴിയും. അവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. ഇറ്റ്സ് ഓൺലി ത്രൂ ബൈ ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിതാവ് ദൈവത്തിന് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ലൈഫിൽ, നമ്മൾ സറണ്ടർ ചെയ്യുന്നതനുസരിച്ച്. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ചിന്തകളെ ഭാവനകളെയും വിവേചിക്കുന്നതാവുന്നു. അപ്പോൾ എന്നോട് പലരും സംശയം ചോദിച്ച ഇതാണ്. അപ്പോൾ അവർ പറയുന്ന പുറമേയുള്ള പാവമൊന്നും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആരും പുറമേയുള്ള കൊലപാതകവും അതും ഇതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കും അല്ലേ, നമ്മൾ നിരൂപിക്കും. നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ പുറമേ അവരോട് തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇനം ഇല്ലേ. ആ ചിന്ത ആർക്കറിയാൻ പറ്റും? ദൈവത്തിന് അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഡിസൈൻ ചെയ്യുന്നതാണ് അത് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞാൻ ആ ദൈവദാസനോടെല്ലാം പറഞ്ഞ ഉദാഹരണം അതാ. ഒരു ദിവസം നമ്മൾ ചിന്തിക്കുന്നത്, ഒരു ദിവസം മുഴുവനും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഒന്ന് റെക്കോർഡ് ചെയ്ത് ഫ്ലാഷ് ഡ്രൈവിലോ വല്ല ആക്കാൻ പറ്റിയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, എന്നിട്ട് വൈകുന്നേരം നമ്മളത് എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് ആ ചിന്ത, ഇന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ, ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ടി വിയിലിട്ടതൊന്ന് കാണാൻ സാധിച്ചാൽ നമുക്ക് എത്ര പേർക്ക് അത് കാണാൻ സാധിക്കും? കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആ വചനത്തിൽ ഇങ്ങനെ വാക്യം ചോദിക്കുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ നരിയാണി ഉറച്ചിരിക്കുമോ? നമ്മുടെ ഏപ്പ് ഇളകിപ്പോവും. ദൈവത്തിൻ്റെ മുമ്പിലല്ല, ഞാൻ മനുഷ്യരുടെ മുമ്പിലാണ് പറയുന്നത് അല്ലേ. നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസത്തെ നമ്മുടെ ചിന്ത മുഴുവനും ഒന്ന് റെക്കോർഡ് ചെയ്ത് അതൊന്നും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അത് നമുക്ക് ടി വിയിലിട്ടൊന്ന് കാണി, ഭാര്യയും കുഞ്ഞുങ്ങളും, ഭാര്യ ചിന്തിക്കുന്നത്, ഭർത്താവ് ചിന്തിക്കുന്നത്, കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലേ, പാസ്റ്റർ ചിന്തിക്കുന്നത്, വിശ്വാസികൾ ചിന്തിക്കുന്നത്, ഇവരുടെ ചിന്തയെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒരു സഭായോഗത്തിനൊന്ന് ഇട്ട് നോക്കിക്കുക, എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? നോ വൺ ക്യാൻ. ആ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവന, ഇതെല്ലാം നമ്മൾ പാപം ചെയ്യും. പക്ഷേ അതിൻ്റെ റിന്യൂവൽ പ്രോസസ്സാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതാണ് നമ്മൾ 1 തെസ്സലോനിക്കർ 5:21 നമ്മൾ വായിച്ചായിരുന്നു. സമാധാനത്തിൻ്റെ ദൈവം തന്നെ, 1 തെസ്സലോനിക്കർ 5:23, ഈ നമ്മുടെ ശരീരത്തിൻ്റെ 3 ഭാഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യനിലെ 3 ഭാഗങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ആ ഭാഗം നേരത്തെ വായിച്ചായിരുന്നു. അവിടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുമിച്ച് വരുന്നൊരു വാക്യമാണ് ഈ എബ്രായലേഖനത്തിലെ 4:12 പോലെ തന്നെ. വേണമെന്ന് വായിച്ചോ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. എന്ത് നിവർത്തിക്കും? നമ്മുടെ ശുദ്ധീകരണം അല്ലേ. അപ്പോൾ അവിടെ എഴുതിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നമ്മളിത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ ഗോയിങ് ടു വർക്ക് ഔട്ട്
അല്ലെ ന്യൂ ഇയർ എൻഡിൽ നമ്മളെല്ലാവരും റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന പോലെ ഈ വർഷം മുഴുവൻ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ഇത്ര ദിവസം അത് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളെടുക്കുന്ന റെസൊല്യൂഷൻസ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ നമ്മളത്, കാരണം ഇത് നമ്മൾ സെൽഫിലാണ് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് നമ്മളിലൂടെ അത് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യുമ്പോൾ അത് സാധിക്കും. അതവിടെ പറഞ്ഞേക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും, ഈ 3 പാർട്ടും ശുദ്ധീകരിക്കുന്ന ആരാ? സമാധാനത്തിൻ്റെ ദൈവമാണ് ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ പറഞ്ഞിരിക്കുന്ന എന്താ? നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. അല്ലേ? നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായിട്ട് പാർക്കുന്നു. കാരണം നമ്മൾ വിശ്വസ്തതയിലൊക്കെ നമ്മൾ തെറ്റിപ്പോകും. പക്ഷേ ദൈവം വിശ്വസ്തൻ, നമ്മളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവൻ അത് നമ്മുടെ ശുദ്ധീകരണം നിവർത്തിക്കും. പക്ഷേ എങ്ങനെയാണ് നിവർത്തിക്കുന്നത്? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അല്ലേ? സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഓക്കെ. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്യുന്നതിന് ഉപരിയായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവെ ലോഡ് ക്ലെൻസ് മീ, ഇല്ലെങ്കിൽ നമ്മുടെ ആ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതിന് പകരം നമ്മളിത് ട്രൈ ചെയ്താൽ ഇത് നടക്കത്തില്ല. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ, നമ്മുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, അല്ലെങ്കിൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, അത് നമുക്കൊന്ന് റിയലായിട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വചനത്തിന് അനേക ഭാഗങ്ങൾ നമുക്ക് വെളിപ്പെടും. അല്ലേ? ഇത് പ്രീ റിക്വസ്റ്റായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലേ? ഗുരുവിനെ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചില്ല, അവൻ തന്നെത്താൻ ത്യജിച്ച് നാളത്തോളം തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാനെന്നുള്ളത് ക്ലാസ് എടുത്തതാണ് തീർച്ചയായിട്ടും. അത് ഞാൻ ഒന്നുകൂടി വേണേൽ പറയാം. അപ്പോൾ നമ്മളെപ്പോഴും എംഫസിസ് ചെയ്യുന്ന ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. ഇതാണ് എൻ്റെ ക്രോസ് എന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ ആൾക്കാർ പറയും. പക്ഷേ ഈ ക്രോസ് എന്ന് പറയുന്ന നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നതിന് മുൻപ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, ഡിനൈ യുവർ സെൽഫ്. ഡിനൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദ ഹാർഡ് പാർട്ട്, ദാറ്റ്സ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. കാരണം ഈ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ സെൽഫ് കോൺഷ്യസ് തരുന്നതാണ്. ഈ ഞാൻ ആരാണെന്ന് അറിയാമോ? ഈ ഞാൻ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹി ക്രൂസിഫൈ ഹിസ് സെൽഫ്. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ, യുവർ വിൽ. കർത്താവ് യേശുക്രിസ്തു അത് പെർഫെക്റ്റ് മാതൃക. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ, നിൻ്റെ ഹിതം നിറവേറട്ടെ. അപ്പോൾ ആ ഒരു ക്ലാസ്, ആ ഒരു അനുഭവം, ഡിനൈ യുവർ സെൽഫാണ് ഏറ്റവും കീ തിങ്. അത് ചെയ്യാത്തിടത്തോളം നമുക്ക് ക്രോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഡിനൈ യുവർ സെൽഫ് പലപ്പോഴും പലരും മറന്നു പോകുന്നു. കാരണം നമുക്ക് നമ്മുടേതായിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, ഇതെല്ലാം ഉണ്ട്, ഇഷ്ടങ്ങൾ, അതൊന്നും നമ്മളൊരിക്കലും ഡിനൈ ചെയ്യത്തില്ല. പക്ഷെ അത് ഡിനൈ ചെയ്താൽ മാത്രമേ, അവിടെയാണ് സോൾഷലിൻ്റെ ഡിനയൽ വരുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹിതമായിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു വിജയം തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ ക്രിസ്ത്യത്തിൻ്റെ വാക്ക്, അല്ലെങ്കിൽ ആ ക്രിസ്ത്യ ജീവിതം തുടങ്ങുന്നത് അവിടെയാണ്, ഡിനൈ യുവർ സെൽഫിലാണ്. വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ നമ്മൾ ആരംഭിച്ചു, എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ലൈഫ് ലോങ് പ്രോസസ്സാണ് നമ്മുടെ പ്രാണൻ്റെ, നമ്മുടെ സോളിഷലത്തിൻ്റെ വീണ്ടെടുപ്പ്. അത് നടക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളെല്ലാം അത് ചിന്തിക്കാം. അല്പമായിട്ട് ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാപം ചെയ്തെന്ന് ഞാൻ പറഞ്ഞ ഒരു കാരണം നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവങ്ങൾ, ഇതെല്ലാത്തിൽ നമ്മൾ എല്ലാവരും പാപം ചെയ്യും. ആരും പാപം ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അസത്യവാദിയാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനിച്ചവരും എല്ലാവരും പാപം ചെയ്യും. പക്ഷേ ഇറ്റ് ഈസ് ഇൻ അവർ തോട്ട്സ്, ഇൻ തോട്ട് ലൈഫ്. അതെല്ലാം ദൈവത്തിൻ്റെ വചനം അത് ഡിവൈഡ് ചെയ്യുന്നത്. അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ബ്രൂസ് 4:12 വായിച്ചപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ക്ലാസ്സുകൾ എടുക്കാം. ഈ കാര്യം അല്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാപം ചെയ്ത വിഷം എന്താണെന്നുള്ള കാര്യം നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവത്തിൽ, ഇതെല്ലാം നമ്മൾ പാപം ചെയ്യും. സോ അതിനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്താൽ ഓവർകം ചെയ്യേണ്ടത്. എനിവേ, അതിന് ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഗോഡ് ബ്ലസ് യു. ബൈ.